ശ്രീ എ സജീവൻ, ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളുടെ നിരീക്ഷണം ഏറ്റവും ഒടുവിലത്തെ സമയമാണ്. ഇനി ഏതാണ്ട് 24 മണിക്കൂറേ ഉള്ളൂ കഷ്ടിച്ച് അറിയാൻ. നിലവിലുള്ള എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് നേരിയ ഭൂരിപക്ഷം എന്നുള്ളതാണ്. നേരിയമായിട്ട് ഈ രണ്ട് മുന്നണികളിൽ തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയതാണ്. അവർ തന്നെ 5, 10, 15% ഒരു ഗ്രേസ് ടൈം കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം ഒന്നുകിൽ UDF-ലേക്ക് വരാം, അല്ലെങ്കിൽ LDF-ലേക്ക് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ന മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള തരംഗം ഒന്നൊരിക്കൽ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇപ്പൊ UDF-ന് തരംഗമുണ്ട് എന്ന് ഒരു എക്സിറ്റ് പോൾ ഫലവും പറയുന്നില്ല. പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്ന രീതിയിലാണ്. അപ്പോൾ പോലും UDF-ന് അനുകൂലമായിട്ട് പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും അവർ കൊടുക്കുന്ന ഗ്രേസ് പീരീഡ് വെച്ചുകൊണ്ട് ഈ വളരെ ഒരു 70-നും 75-നും 80-നും ഒക്കെ ഇടയിൽ വരുന്നൊരു വ്യത്യാസമാണ് അവർ പറയുന്നത്. ആ വ്യത്യാസം സ്വാഭാവികമായിട്ട് മാറാം. അതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം. ഞങ്ങൾക്ക് അനുകൂലമായിട്ടും ഇപ്പുറത്തേക്കൊക്കെ മാറാം. ഈ പറയുന്ന വ്യത്യാസം സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഒരിക്കൽ പോലും നമ്മൾ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലാണെങ്കിലും പ്രീ പോൾ ഫലങ്ങളിലാണെങ്കിലും ഒക്കെ അത് ഇന്ന് ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു പ്രവചനം ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ ഡെമോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പം കാണുന്ന ചില കൺസോൾട്ടേഷൻ, ഇതൊന്നും ഒരു അൾട്ടിമേറ്റായി ഒരു വിഭാഗങ്ങളുടെ ഇടയിൽ നടന്നിട്ടില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശ്രീ എ സജീവൻ. തീർച്ചയായിട്ടും അതിൽ 2-3 കാര്യങ്ങളുള്ളത്. ഇപ്പൊ പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ UDF-ന് അനുകൂലമായിട്ട് പോയി എന്നുള്ളതാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകളുടെയും ക്രിസ്ത്യൻ വോട്ടുകളുടെയും കൺസോൾട്ടേഷൻ ആണ്. അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അതേസമയം തന്നെ ഈ ഭൂരിപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ വരുമ്പോ അത് എവിടെ നിന്ന് പോയി എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നതാണല്ലോ. അതായത് നിലവിലുള്ള രീതിയിൽ ഭൂരിപക്ഷ വോട്ടുകൾ പൂർണ്ണമായിട്ടും പഴയ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഒരു പക്ഷത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്ന പാർട്ടിക്ക് ഇന്ന മുന്നണിക്ക് എന്ന രീതിയിൽ പറയാം. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഭൂരിപക്ഷ വോട്ടുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് പറയാൻ പറ്റാത്ത രീതിയിലാണ്. അത് ഈ BJP-ക്ക് അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലും നാം ഈ പറയുന്ന കൺസോൾട്ടേഷൻ, ഈ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള പല കക്ഷികളും LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ UDF-നോടൊപ്പം നിൽക്കുന്നവർ പരമ്പരാഗതമായി തുടരുന്നവർ തുടരും. പക്ഷേ അപ്പോൾ തന്നെ അതിൽ തന്നെ ഭിന്നത ഉണ്ടാകുകയാണ്. ഉദാഹരണത്തിന് AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവർ, പിന്നീട് മാത്രമല്ല SNDP-യും NSS-ഉം അടക്കമുള്ളവർ ഒക്കെയും വല്ലാതെ കടുത്ത സതീശ വിരുദ്ധത തന്നെ പരസ്യമായി പറഞ്ഞ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൺസോളിഡേഷൻ ഏതെങ്കിലും ഒരു വിഭാഗം നടത്തിയെന്ന് പറയാനാകില്ല, അല്ലേ? അല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ പിന്നെ LDF-ന് UDF-ന് അനുകൂലമായിട്ട് പോയി എന്ന് പറയുമ്പോഴും നമ്മൾ നോക്കേണ്ടത് SDPI നിയമത്ത് എന്താണ് നിലപാടെടുത്തതെന്നുള്ള കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ട് ഞാനത് പറയുമ്പോൾ വെറുതെ ഒരു എന്തെങ്കിലും തരത്തിൽ പറയുന്നില്ല. SDPIയുടെ അവിടുത്തെ നിലപാടെന്ന് പറയുന്നത് അവിടെ BJP-യെ തോൽപ്പിക്കാൻ, അതായത് നിയമത്ത് BJP ജയിക്കാനൊരു സാധ്യത ഉണ്ടാവാം എന്ന് മനസ്സിലാക്കിയിട്ട് അവര് തോൽപ്പിക്കാൻ സാധ്യതയുള്ള ആളാരാണ്, UDF-ലാണോ LDF-ലാണോ എന്ന് നോക്കിയിട്ടാണ് SDPI പോലുള്ള സംഘടനകൾ പോലും എടുത്തുള്ള തീരുമാനം. അത് അവിടെ SDPIയുടെ വോട്ട്, അതായത് SDPI LDF-ആയിട്ടൊരു ആ ധാരണ ഇല്ലാതെ തന്നെ ഞാൻ പറയുന്ന അവരുടെ വോട്ട് LDF-ന് അനുകൂലമായിട്ട് പോകും. കാരണം വേറെ ഒന്നുമില്ല, അവിടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, BJP ജയിക്കാൻ പാടില്ല. അതേ SDPI തന്നെ മഞ്ചേശ്വരത്ത് തിരിച്ചൊരു നിലപാടെടുത്തിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് അവര് എടുത്തിട്ട് അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചുകൊണ്ട് അവര് എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് UDF-ന് അനുകൂലമാണ്. അപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും അവിടെ UDF ആണോ LDF ആണോ മേൽക്കൈ ഉള്ളത്, ഏത് പാർട്ടിക്ക് ഏത് മുന്നണിക്കാണ് മേൽക്കൈ ഉള്ളത് നോക്കിയിട്ടാണ് അവിടെ ഈ പറയുന്ന രൂപത്തിൽ സംഘടനകൾ പോലും, സംഘടനയ്ക്ക് അപ്പുറത്തുള്ളതാണ് ഈ വ്യക്തികളുടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുടെ വോട്ടുകൾ. അവര്
ഒരിക്കൽ പോലും BJP അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ വോട്ട് ആ നിയമം മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഈ 2-3 മണ്ഡലങ്ങളല്ല ഞാൻ പറയുന്നു, ഒരുവിധം BJP ജയിച്ചു പോയേക്കാമോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സംശയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ തിരിച്ചാണ് അപ്പൊ അതിന്റെ സാധ്യത. അത് മാത്രമല്ല, ഇപ്പോൾ ഈ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് ആ സ്ട്രാറ്റജി വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കി. ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ തന്നെ ഭൂരിപക്ഷം പേർക്കും ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇഷ്ടമല്ല. അപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ചില ആന്തരിക വൈരുദ്ധ്യങ്ങളുണ്ട്. മാത്രമല്ല, ഇപ്പുറത്ത് അത് ക്രിയേറ്റ് ചെയ്യുന്നപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ലീഗ് ഉണ്ടാക്കുന്ന ഒരു അപ്രമാദിത്വം, അത് അസ്വസ്ഥപ്പെടുന്ന ഇപ്പുറത്തെ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആറ്റിക്കുറിക്കേണ്ടതാണ് ശ്രീ സജീവൻ. തീർച്ചയായിട്ടും. അതായത് ജമാഅത്തെ ഇസ്ലാമി, പിന്നെ NDF, അതായത് SDP എന്ന് പറയുന്ന ഈ സംഘടനകളോടൊക്കെ കടുത്ത വിരോധമുള്ള പ്രസ്ഥാനമാണ് EK വിഭാഗം സുന്നികൾ. ഞാൻ പറയുന്നത് വെറുതെ പറയുന്നില്ല, അപ്പൊ അവര് കൃത്യമായ നിലപാടാണ്. അത് RSSനെ വിശ്വസിച്ചാൽ പോലും നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് കർക്കശമായ നിലപാടെടുക്കുന്ന ആളുകളായിരുന്നു ഈ ജമാഅത്തെ ആളുകളാണ് ഇപ്പോഴും ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പൊ പ്രത്യേകിച്ച് ഈ AP അപ്പുറത്ത് വേണമെങ്കിൽ LDF, സുന്നി അരിവാൾ സുന്നി എന്ന രീതിയിൽ അവരെ നമുക്ക് മാറ്റി നിർത്താം. EK അങ്ങനെയല്ലോ, EK ലീഗ് വോട്ടാണ്. അവര് 2021 എടുത്ത നിലപാട് ഞാൻ അപ്പൊ അവരുടെ കൂടുതലുള്ള ഒരാളായിരുന്നു, എനിക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് അന്നത്തെ അവസ്ഥയിൽ അവർക്ക് അവരുടെ കൃത്യമായ നിലപാടെന്ന് പറയുന്നത് SDP-യായിട്ടോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയായിട്ടോ യോജിച്ച് പോവാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ആ നിലപാടിൽ അവരിപ്പോഴും ഉണ്ട്, അവരവിടുന്ന് മാറിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് മാത്രമല്ല, അവർ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ തുടങ്ങുമ്പോൾ ആ ഭീഷണിയെ നേരിടാനാണ് തങ്ങൾ ഒരു സംഘടന എന്ന രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് പോലും അവർ പറഞ്ഞിട്ടുണ്ട്. അതെ, അവരെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഉൾപ്പെടെ ലീഗ് മുജാഹിദുകൾക്ക് കുറെ കൂടി പ്രാമുഖ്യം കൊടുത്തപ്പോഴാണ് അതിനെതിരെ ഒരു പത്രം തുടങ്ങുന്ന പോലെ ഇതിന്റെ ഭാഗമായിട്ടാണ്. അതായത് മുജാഹിദുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ പത്രത്തിൽ പോലും പ്രാമുഖ്യം കൊടുക്കുമ്പോൾ അത് പറ്റില്ല എന്ന രീതിയിലാണല്ലോ പത്രം തുടങ്ങുന്നത്. അപ്പൊ ആ നിലപാടിൽ നിന്ന് അവർ മാറിയിട്ടില്ല. അവർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ വളരെ ഈസി ആയിട്ട് കണക്കാക്കാൻ പറ്റും. ആ അവസ്ഥ എപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് ഈ തരത്തിൽ നമ്മൾ പറയുന്ന രൂപത്തിൽ മുസ്ലിം വോട്ടുകൾ പറയുന്നത്, മുസ്ലിം വോട്ട് എത്ര ശതമാനം ആ UDF-ന് അനുകൂലമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും ആലോചിക്കാവുന്ന കാര്യമാണ്. അതാണ് ശ്രീ സജീവൻ. ശ്രീ സജീവൻ എന്തോ കംപ്ലീറ്റ് ചെയ്ത് എന്താണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്? അല്ല, ഇതാണ് ഈ മുസ്ലിം വോട്ടുകളുടെ മാത്രം വെച്ചുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ UDF-ന് അനുകൂലമായിട്ട് പോയി എന്ന് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന അവസ്ഥ പോലും അല്ല ഉള്ളത്. അപ്പോൾ ഈ ഒരു 10 മുതൽ 15 സീറ്റ് വരെ ഉള്ളിടത്താണ് യഥാർത്ഥത്തിൽ ഒരു മത്സരം നടക്കുന്നത് അല്ലേ? നടക്കുന്നത് ആകെ 70-നും 80-നും ഇടയിലുള്ളതാണല്ലോ ഈ തർക്കമായിട്ടുള്ളത്. അതിൽ തന്നെ 15% അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകാവുന്ന അവസ്ഥയാണുള്ളത്. അപ്പൊ ആ അവസ്ഥ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. ആ മാറി വരലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ എവിടേക്ക് പോയി താങ്കൾ ഒന്ന് പ്രവചിക്കാമോ ആര് എത്ര സീറ്റ്? അല്ല, ഞാൻ അങ്ങനെ പ്രവചിക്കുന്നില്ല. ഞാൻ പറഞ്ഞേ ഈ ഒരു അവസ്ഥയാണുള്ളത്. ആ അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറാൻ സാധ്യതയുണ്ട് മാത്രമേ പ്രവചിക്കാൻ പറ്റൂ. ശരി, സജീവൻ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.